UK ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക നിർമ്മിച്ച കോവിഡ് വാക്സിനായ കോവിഷീൽഡ് ചുരുക്കം ചിലരിൽ ഗുരുതര പാർശ്വഫലമുണ്ടാക്കുന്നതായി കമ്പനി തന്നെ സമ്മതിച്ചതോടെ ആശങ്ക ഏറുകയാണ്. കോവിഷീൽഡ് വാക്സിൻ നിരവധി മരണങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി പരാതികൾ കമ്പനിക്കെതിരെ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് രക്തം കട്ടപിടിക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഗുരുതരമായി കുറയുന്ന അവസ്ഥയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ പത്മനാഭ ഷേണായി തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA തത്സമയം നമ്മോട് ചേരുകയാണ്. ചാണ്ടിയുമ്മൻ്റെ സാന്നിധ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസം ഈ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കമ്പനി തന്നെ തുറന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത് ചർച്ചയാക്കിക്കൊണ്ട് ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം തേടുന്നത്. ശ്രീ ചാണ്ടിയുമ്മൻ MLA, ഉമ്മൻചാണ്ടിയുടെ അസുഖകാലത്ത് ഈ കോവിഷീൽഡ് അല്ലെങ്കിൽ വാക്സിനുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുത്തിരുന്നില്ല. അത് വലിയ തോതിൽ ചർച്ചയാവുകയും താങ്കൾക്കെതിരെ താങ്കളുടെ കുടുംബത്തിനെതിരെയൊക്കെ വലിയ വേട്ടയാടലിനൊക്കെ വിധേയമാക്കിയ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഈ ഒരു വാക്സിൻ സ്വീകരിക്കുന്നത് അതിലൊരു ശരികേട് അല്ലെങ്കിൽ സംശയങ്ങൾ അന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ച് സംശയങ്ങൾ തുടക്കത്തിൽ തൊട്ടേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു നോബൽ പ്രൈസ് വിന്നർ പറഞ്ഞ അഭിപ്രായം, അതുപോലെ തന്നെ ചില ഡോക്ടർമാർ പറഞ്ഞ അഭിപ്രായം, അത് പ്രത്യേകിച്ച് എന്റെ പിതാവിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ കണക്കിലാക്കിയപ്പോൾ ലക്ഷത്തിലൊരാൾക്കോ അല്ലെങ്കിൽ 2 ലക്ഷത്തിലൊരാൾക്കോ വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് കൊടുക്കേണ്ട അദ്ദേഹം എടുത്തിരുന്നു. അത് അദ്ദേഹവും ഞങ്ങളും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ സംസ്ഥാനത്ത് പല പ്രമുഖ വ്യക്തികളും ഇന്നുവരെയും എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഏത് മെഡിസിൻ വേണം, ഏത് മെഡിസിൻ എടുക്കണ്ട എന്നുള്ളത്. എനിക്ക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിലാണ് ഞാൻ ഈ കൊറോണ സമയത്ത്, നിങ്ങൾക്കറിയാം, ഞാൻ 6 മാസക്കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആളുകളുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിരുന്നു. ആളുകളുമായി ഞാൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും 3000 പേരോളം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഞാൻ ഫുഡ് കിറ്റും തീർച്ചയായും ചാണ്ടിയുമ്മനിലേക്ക് നമുക്ക് ഉടൻ മടങ്ങിയെത്താം. വീഡിയോ ഒന്ന് ഫ്രീസ് ആയിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ ബെല്ലാരിയിലാണ് ഉള്ളത്. അവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ കാണുമെങ്കിലും വീണ്ടും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് കോവിഷീൽഡ് വാക്സിൻ അത് ആസ്ട്രാസെനക്ക കമ്പനി തന്നെ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് UK ഹൈക്കോടതിയിൽ സമ്മതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഡോക്ടർ പത്മനാഭ ഷേണായി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ ശരാശരി ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത ഒരു വാക്സിൻ കൂടിയാണ്. അതിൻ്റെ 3 ഡോസും എടുത്തു കഴിഞ്ഞു നമ്മൾ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സംശയങ്ങളും ആശങ്കകളും ഒക്കെ വരുന്നത്. കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ, മരണത്തിലേക്ക് തന്നെ വഴിവെക്കാവുന്ന തരത്തിലുള്ള TTS പോലെയുള്ള സംഭവങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നീട് പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, രക്തം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ആശങ്കയ്ക്ക് ഇടയുണ്ടോ? ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മലയാളികളെ ഉൾപ്പെടെയുള്ളവർക്ക് അവരോട് എന്താണ് പറയാനുള്ളത് ഡോക്ടർക്ക്? നമ്മൾ ആശങ്കയ്ക്ക് തന്നെ ഫസ്റ്റായിട്ട് ഞാൻ പറയാം, ആശങ്കയ്ക്കോ പരിഭ്രാന്തിക്കോ ഒരു ഇടവുമില്ല, ഒരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യത്തിലെ കുറിച്ച് ആണ്. എന്ന് ഈ സൈഡ് എഫക്ട് ത്രോംബോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപിനി എന്താണിത്? നമ്മൾ ഈ വാക്സിൻ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി 2020 കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ലോക്ക്ഡൌൺ പോലെ നമ്മുടെ എൻറ്റയർ സിസ്റ്റം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദിവസം 400 പേരും 500 പേരും കേരളത്തിൽ മരിക്കുന്നു. ഇന്ത്യയിൽ ഒന്നാകും 10,000, 5,000, 6,000 ആളുകൾ ദിവസം മരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഡെൽറ്റ വേവിൽ നിന്ന് വാക്സിൻ വന്ന ശേഷം നമ്മൾ സാധാരണഗതിയിലേക്ക് മടങ്ങി വന്നത്. നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. അപ്പൊ കോവിഡിന്റെ ഒരു ആരംഭത്തില് നമുക്കറിയാം 100 പേർക്ക് അസുഖം വരുവാണെങ്കിൽ 5 പേര് മരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ഈ കോവിഡ് വാക്സിന്റെ ഏറ്റവും പല ടൈപ്പ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് mRNA വാക്സിൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ കോവിഷീൽഡ്, കോവാക്സിൻ, ഇങ്ങനെ പല ടൈപ്പ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരുന്നു. ഈ വാക്സിൻ എടുക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടായി. നമുക്കെല്ലാം എടുത്ത 50 മുതൽ 60% ആളുകൾ ചെറിയ ദേഹം വേദനയോ പനിയോ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് ചെറിയ ചൊറിച്ചിലോ ഒക്കെ എല്ലാവർക്കും ഒരു 30-40% ആളുകൾക്കെങ്കിലും ഉണ്ടാകും. നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. വിട്ടുമാറാത്ത ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതാണ് കോമൺ ആയിട്ട് കാണുന്ന സൈഡ് എഫക്റ്റ്. അൺകോമൺ ആയിട്ട് കാണുന്ന സൈഡ് എഫക്റ്റ് ആണ് അത്. ഈ വാക്സിൻ എടുത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ
ലോകാരോഗ്യ സംഘടന WHO തന്നെ അവരുടെ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആസ്ട്രാസെനെക്കയുടെ കോവിഷീൽഡ് വാക്സിൻ ഇങ്ങനെ ത്രോംബോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്ട് ഉണ്ടാകാം. എന്താണ് ഈ ത്രോംബോസിസ് ത്രോംബോസൈറ്റോപീനിയ? ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ വാക്സിന്റെ പ്രതിരോധ ശക്തി, നമ്മുടെ വൈറസിനെതിരെയുള്ള പ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈ പ്രതിരോധ ശക്തി ചില ആളുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു, രക്തക്കുഴലിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിച്ച മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ച ഒരു വാക്സിനെ സംബന്ധിച്ചുള്ള ഒരു ഈ ആശങ്കകൾ അല്ലെങ്കിൽ അതിന്റെ കമ്പനി തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ മലയാളികൾക്കായാലും ലോകത്തുള്ളവർക്ക് സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ, സൈമൺ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. സൈമൺ, പറഞ്ഞോളൂ. സാർ നമസ്തേ ജി. ഇവിടെ കോവിഡ് വന്നു, ഗവൺമെന്റ് തീരുമാനപ്രകാരം കോവിഷീൽഡ്, ഇതിന്റെ വാക്സിന്റെ പേര് വരെ അറിയത്തില്ല. ഇപ്പോഴും ഇതൊക്കെ കണ്ടപ്പോഴാണ് കോവിഷീൽഡ് എന്നും അങ്ങനെ 2 വാക്സിൻ 3 തവണ എടുത്തവർക്ക് ഇപ്പോൾ കേൾക്കുന്നു ചില പ്രശ്നങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും കഫക്കെട്ടും തലവേദനയും അലിവും അസുഖമൊക്കെ വരുന്നെന്ന് കേൾക്കുന്നു. സാർ, ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഈ മരുന്നല്ലേ, അതേ ഈ രോഗങ്ങൾ അയച്ച രാജ്യങ്ങൾ തന്ന മരുന്നാണോ എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ സംശയം. തീർച്ചയായും സൈമൺ അതിനുള്ള മറുപടി ഡോക്ടർ നൽകും. സൈമന്റെ പ്രധാനപ്പെട്ട സംശയമാണ്. ഒപ്പം കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നോട് ചേരുന്നുണ്ട്. കണ്ണൻ, ചോദിച്ചോളൂ. പിന്നെ ഞാനും എന്റെ മകളും എടുത്തത് കോവിഷീൽഡാണ് എടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് ഈ വാക്സിൻ എടുത്ത ശേഷം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ശരീരം തളർച്ചയും പിന്നെ അല്ലാതെ പിന്നെ എന്റേതാണേലും എന്റെ ഈ നെഞ്ചിന്റെ താഴെയായിട്ട് ഇതേപോലെ എനിക്ക് വേദനയാണ്. അപ്പൊ അതുകൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞ് ഗ്യാസ്ട്രോളജി കൊണ്ട് കാണിച്ചായിരുന്നു. കാണിച്ച ശേഷവും അവിടെ പിന്നെ ഈ ഗ്യാസിന്റെ യഥാർത്ഥ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ മെഡിസിനുള്ള ഡോക്ടറാണ് കാണിച്ചത്. പക്ഷെ ഇതുവരെയായിട്ടും അതിനായിട്ടുള്ള ഒരു ഇതും വന്നിട്ടില്ല. അതായത് പിന്നെ എന്തിന്റെ ആണെന്നുള്ള ഒരു ഇതില്ല. പക്ഷെ ഈ വാക്സിൻ എടുത്ത ശേഷമാണ് എനിക്ക് ഈ അസുഖം ഉണ്ടായത്. തീർച്ചയായും 2 സംശയങ്ങളാണ് ഡോക്ടർ പത്മനാഭ ഷേണായി. അതായത് ഈ വാക്സിൻ എടുത്ത ശേഷം ചില പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് ശ്വാസം മുട്ടൽ, ചുമ, അങ്ങനെ കഫക്കെട്ട്, അങ്ങനെയുള്ള 2 പ്രേക്ഷകരുടെ 2 ആളുകളുടെയും സംശയങ്ങൾ കേട്ടെങ്കിൽ മറുപടി. അതെ, ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത്. അപ്പോൾ ഞാൻ ത്രോംബോസൈറ്റോപീനിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വളരെ റെയർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. ഇത് 2 ലക്ഷത്തിൽ ഒരാൾക്കാണ് വരുന്നത്. 2 ലക്ഷത്തിൽ ഒരാൾ വളരെ വളരെ റെയർ ആണ്. അന്ന് 2021 തന്നെ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ റിസ്ക് ബെനിഫിറ്റ്, അതായത് ഈ വാക്സിന്റെ ബെനിഫിറ്റ് നോക്കുമ്പോൾ റിസ്ക് വളരെ കുറവായതുകൊണ്ടാണ് ഈ വാക്സിൻ എടുക്കാനുള്ള രാജ്യങ്ങൾ സമ്മതിച്ചത്. എല്ലാ രാജ്യങ്ങളും WHO തന്നെ ഹൈലി അത് റെക്കമെൻഡ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ 2 സംശയങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത വാക്സിനാണ്. ഇന്ത്യയിൽ തന്നെ അതിന്റെ വിശദമായ സ്റ്റഡി നടത്തിയ വാക്സിനാണ്, പുറത്തുനിന്ന് വന്ന വാക്സിൻ അല്ല. 2, ഒരു വ്യക്തിക്ക് നമുക്കറിയാം ഇന്ത്യയിൽ 100 കോടി ആളുകൾക്കും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഒരു നോർമൽ കോഴ്സിൽ തന്നെ നമുക്കറിയാം ഒരാൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകാം, വേറൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. അത് വാക്സിൻ കൊണ്ടാണോ അല്ലേ എന്ന് നോക്കുന്നത് ഈ വാക്സിനുമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ വരുന്നതനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ വാക്സിൻ എടുത്ത ശേഷം ഉണ്ടാകാനുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതെങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്? ഒരു 10,000 പേർക്ക് വാക്സിൻ കൊടുക്കും, 10,000 പേർക്ക് വാക്സിൻ കൊടുക്കാതെ ഈ 20,000 പേര് നമ്മൾ ഒബ്സർവ് ചെയ്യും ഒരു 3 മാസത്തേക്ക്. അങ്ങനെയാണ് ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് നടത്തുന്നത്. അതിൽ വരുന്ന സൈഡ് എഫക്റ്റുകളാണ് സാധാരണ ഈ ഗ്രൂപ്പിന് മാത്രം, അതായത് വാക്സിൻ എടുത്തവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു സ്റ്റഡി ചെയ്തിട്ടാണ് എന്താണ് ഈ വാക്സിന്റെ പാർശ്വഫലങ്ങൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഗ്യാസിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലോ ഒന്നും ഒരിക്കലും വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ആ 1-2 ദിവസം ദേഹം വേദനയോ അങ്ങനെ വാക്സിൻ ലേബലിൽ തന്നെ ഈ പാർശ്വഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കാരണം ഈ പരീക്ഷണ ഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒബ്സർവേഷനിലൊക്കെ എന്താണ് ആരോഗ്യ വിദഗ്ധർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം എനിക്ക് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട് ഞാൻ പറഞ്ഞല്ലോ. കോമൺ ആയിട്ട് 30-40% ആളുകളിൽ പനിയും ദേഹം വേദനയും ഒരു മസിൽ പെയിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ 2 സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, എനിക്ക് 2021 നമ്മൾ കണ്ടുപിടിച്ച TTS എന്ന് പറയുന്ന സിൻഡ്രോം, അതായത് ത്രോംബോസൈറ്റോപീനിയ പോലെയുള്ള ഒരു സിൻഡ്രോം. അത് വളരെ 2 ലക്ഷം 3 ലക്ഷം പേരിൽ ഒരാൾക്കാണ്. അതപ്പോൾ നമുക്കറിയാം അത് വളരെ 0.0001% താഴെയാണ് അത് ഉണ്ടാകാനുള്ള സാധ്യത. അതേസമയം കോവിഡ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യത 1% മുകളിലാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കോവിഡ് വാക്സിൻ അതിന് 100-1, അതായത് കോവിഡ് വന്നു കഴിഞ്ഞാൽ 1% ആൾക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 0.00001, അതിന് വളരെ വളരെ ചെറിയൊരു ചാൻസ് ഈ വാക്സിൻ എടുത്തവർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വാക്സിൻ ആണ് നല്ലതെന്ന് നമ്മൾ പറയുന്നത്.
രണ്ടാമത്തെ ഒരു കോംപ്ലിക്കേഷൻ ന്യൂറോളജിക്കൽ പ്രോബ്ലം റെയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്തത്, അത് അതിനേക്കാളും കുറവാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ മസിൽസ്, അതായത് ഞരമ്പുകളെ ബാധിക്കുന്ന ചെറിയ നീർവീഴ്ചയുള്ള ഒരു തരത്തിലുള്ള അസുഖം, അതെല്ലാം വളരെ വളരെ റെയർ ആയിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ 10 ലക്ഷത്തിനും 15 ലക്ഷം പേർക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും കോംപ്ലിക്കേഷൻ. അതുപോലെ ഫൈസർ വാക്സിൻ നമുക്കറിയാം, ലോകത്ത് അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത mRNA വാക്സിനാണ്. mRNA വാക്സിന് ഹാർട്ടിന്റെ പാളിയെ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന സൈഡ് എഫക്ട് വളരെ ചെറിയ ഒരു % ആളുകളിൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ 1 in lakhലൊക്കെയാണ് അത് വരുന്നത്. അതുപോലെ മയോകാർഡൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ അതിലും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ വാക്സിനും വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാം. അത് വാക്സിന് മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന അമോക്സിലിൻ, പെൻസിലിൻ ഗുളിക, അത് 100-ൽ 1-2 പേർക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അപ്പം ഏതൊരു ഇന്റർവെൻഷനും മെഡിക്കൽ സയൻസിൽ ചെയ്യുമ്പോൾ അതിന് ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത്? എപ്പോഴും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അതായത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് റിസ്കിനേക്കാളും 10 മടങ്ങ് ബെറ്റർ ആണ് എന്നറിയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് അവലംബിക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ നമ്മുടെ മനുഷ്യരാശിയെ സാധാരണ നമുക്കറിയാം, ഒരു 1920-ലാണ് ഇതിന് മുമ്പുള്ള പാൻഡമിക് വന്നത്, കോടിക്കണക്കിന് ആളുകളാണ് മരിച്ചുപോയത്. അതേസമയം ഈ കോവിഡ് വാക്സിൻ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒരു 1.5 വർഷത്തിനുള്ളിൽ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാനും ഇപ്പോൾ ഈ മരണനിരക്ക് കാര്യമായിട്ട് കുറച്ചു കൊണ്ടുവരാനും സാധിച്ചത്. മാവേലിക്കരയിൽ നിന്നും രമ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഡോക്ടർ, താങ്കളിലേക്ക് എത്താം. രമ, പറഞ്ഞോളൂ, എന്താണ് സംശയം? എനിക്കും കോവിഷീൽഡ് ആയിരുന്നു എടുത്തത്. പറഞ്ഞോളൂ. അന്ന് എടുത്ത സമയത്ത് കൈക്ക് വേദനയോ പനിയോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞപ്പോ തൊട്ടങ്ങ് കഫത്തിന്റെ ഏനക്കേടാ, നെഞ്ചിനകത്തങ്ങ് കഫവാ. ഇപ്പൊ അത് കൂടി വന്ന് ശ്വാസം മുട്ടലാണ്, എപ്പോഴും മൂക്കടഞ്ഞിരിക്കുകയും ഭയങ്കര പ്രശ്നമാണ്. മറ്റേതൊരു അസുഖം എനിക്കില്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, ഒന്നുമില്ല. 65 വയസ്സുണ്ട്, മറ്റസുഖങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഈ കോവിഷീൽഡ് എടുത്തതിന്, ഈ വാക്സിൻ എടുത്തതിന് ശേഷം എത്ര ഡോസ് എടുത്തിരുന്നു? 2 എടുത്തുള്ളൂ. 3ാമത്തെ ഞാൻ എടുക്കാൻ പോയില്ല. അന്നേ ഇങ്ങനെ ഒരു ഇത് കേട്ടോണ്ട് പിന്നെ എടുക്കാൻ പോയില്ല, ഒരു പേടിയായിരുന്നു. തീർച്ചയായും ഞാൻ ചോദിക്കാം ഡോക്ടറോട്. ഡോക്ടർ, ഇതാണ് പ്രശ്നം. കാരണം പല ആളുകൾ 2 എടുത്ത് അല്ലെങ്കിൽ 3 പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അനുബന്ധ രോഗങ്ങൾ ഒന്നുമില്ല. പക്ഷെ അവരുടെ ആശങ്ക ഇതാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസിക്കലി ഇത് ഒരു വാക്സിൻ എടുത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ടാകത്തില്ല ഈ ചുമ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ചുമ പോലെയുള്ള കാര്യങ്ങൾ ടോട്ടലി അൺറിലേറ്റഡ്. അവർക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നിരിക്കാം. വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പാർട്ടായിട്ടായിരിക്കും പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ഒരു ചുമയും നെഞ്ചൊക്കെ വരും. ചിലപ്പോൾ അതിനിടയ്ക്ക് ഒരു അസിംറ്റമാറ്റിക് ആയിട്ട് കോവിഡ് വന്നു പോയിരിക്കും, അതുപോലും നമുക്കറിയില്ല. വാക്സിൻ എടുത്ത ശേഷം 4 മാസം ശേഷം വരുന്നൊരു ചുമ ഒരിക്കലും വാക്സിനായിട്ട് റിലേറ്റഡ് ആകാൻ സാധ്യതയില്ല. വാക്സിൻ എടുത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ യൂഷ്വലി 1 to 2 വീക്സിനുള്ളിൽ തന്നെ വരും. മാത്രമല്ല ലാർജ് സ്കെയിൽ പഠനങ്ങളിൽ തന്നെ ഒരിടത്തും തന്നെ ചുമ വാക്സിൻ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കണ്ടിട്ടില്ല. അത് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാനാണ് സാധ്യത. ഒരു അലർജി ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ അതിൽ പെട്ടതാകാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കോവിഡ് അറിയാതെ വന്നു പോയിട്ടുണ്ടാകാം. ഇത് നമുക്കറിയില്ല. അപ്പൊ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ചികിത്സിക്കുന്നതായിരിക്കും. ഒരു പ്രേക്ഷകനുണ്ട്, ഹസൻ, പറഞ്ഞോളൂ താങ്കളുടെ. ഹലോ. പറഞ്ഞോളൂ ഹസൻ. ഹലോ, ഇതിപ്പോഴേ 2-3 ദിവസമായി മൊബൈലിലൊക്കെ ഇങ്ങനെ ഈ വാക്സിനെ കുറിച്ച് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ ഈ സിറം കമ്പനിയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയതെന്നും, സാധാരണ ഞാൻ അത്ര വലിയ വിദ്യാസമ്പന്നൊന്നും അല്ലാച്ചെങ്കിലും ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഇങ്ങനെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ ഒരു മെഡിസിനൊക്കെ തയ്യാറിച്ച അത് മറ്റെന്തെങ്കിലും ജന്തുക്കളുടെ മേലൊക്കെ പരീക്ഷണം നടത്തി അതിന്റെ ദീർഘായുസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടൊക്കെയാണ് പുറത്തിറക്കാൻ തോന്നുന്നത്. അപ്പൊ നമ്മള് ഈ മറ്റേ കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. മനുഷ്യന്റെ ശരീരത്തിൽ കുത്തിവെച്ച ഈ മനുഷ്യന്റെ ദീർഘായുസ് എത്ര ഉണ്ടെന്നുള്ളത് പരീക്ഷിക്കാൻ വരെ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ പേടിക്കേണ്ട ഒരു പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ സലീന കൊല്ലത്ത് നിന്നും ഒരു പ്രേക്ഷക കൂടിയുണ്ട്. സലീന, പറഞ്ഞോളൂ. സാറേ, ഇത് പിന്നെ എനിക്ക് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റു പ്രശ്നങ്ങളോ എനിക്കൊരു പനി പോലും വന്നിട്ടുള്ള ആളല്ല. അപ്പൊ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ തലവേദന വരുന്നുണ്ട്. അപ്പം ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഈ മെസ്സേജുകൾ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു ആശങ്ക, ഇതിന് എന്ത് പ്രതിവിധി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതെങ്ങനെ ഇത് ചെക്ക് ചെയ്യും, നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ആവുന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റിങ് എങ്ങനെ ചെയ്യണോ അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി. ഡോക്ടർ, രണ്ട് ചോദ്യങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്.
അതെ അതെ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം വളരെ റെലവെന്റ് ആണ്. കാരണം നമ്മളെ തന്നെ ഇത് പറഞ്ഞ ആളുകൾ വിളിക്കുന്നുണ്ട്. എനിക്ക് തലവേദന വാക്സിൻ എടുത്ത ശേഷം ഉണ്ട്, എന്റെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒന്നാമത്തെ കാര്യം ഇല്ല എന്നുള്ളതാണ്. ഈ വാക്സിൻ കാരണം ഒരിക്കലും നിങ്ങൾക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ 2 ആഴ്ചകളിൽ ഉണ്ടാകും. നമ്മളെല്ലാം വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ അറിയാം ഒരു 3 വർഷത്തോളമായി, 2.5-3 വർഷത്തോളമായി. അതുകൊണ്ട് ഒരിക്കലും ഈ വാക്സിൻ കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ വാക്സിൻ ഇൻഡ്യൂസ് ത്രോംബോസിസ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. ആ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ തന്നെ 2 മുതൽ 3 ലക്ഷത്തിൽ ഒരാൾക്കാണ് വരുന്നത്. അത് വരുന്നത് തന്നെ 10 ദിവസത്തിനുള്ളിൽ കാണും. അപ്പോൾ വാക്സിൻ എടുത്ത് 1-2 വർഷം കഴിഞ്ഞ ആളുകൾക്ക് ഈ വാക്സിൻ കാരണം ഒരു പുതിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അത് വെച്ച് നമ്മൾ ആരും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇത് ശാസ്ത്രലോകത്തിന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ആസ്ട്രാസെനേക്കയിൽ കോർട്ടിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തത് കൊണ്ട് ഇതിപ്പോ ചർച്ചയാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം ചോദിച്ച ആളുടെ കാര്യത്തിൽ വാക്സിൻ ഡയറക്റ്റായിട്ട് മനുഷ്യന്മാർക്കോ അത് മാർക്കറ്റിൽ വന്നിട്ടില്ല. ആദ്യം നമ്മൾ വെക്ടർ ബേസ്ഡ് അത് ആനിമൽസിൽ സ്റ്റഡി ചെയ്ത് അതിന്റെ ഡേറ്റ വെച്ച് അതിനുശേഷം കുറച്ച് ആളുകളിൽ 10-100 ആളുകളിൽ കുത്തിവെച്ച് ആളുകളിൽ ഹെൽത്തി വോളണ്ടിയേഴ്സിൽ കുത്തിവെച്ചു. അതിനുശേഷം 5000-10000 ആളുകളിൽ സ്റ്റഡി ചെയ്ത ശേഷമാണ് ഇത് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു പ്രിമച്വറായിട്ട് മാർക്കറ്റിൽ ഇറക്കിയ ഒരു വാക്സിൻ അല്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇത് വെൽ സ്റ്റഡീഡ് ആണ് ഇത്. പക്ഷേ ഈ പാൻഡമിക്കിന് വേണ്ടി കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് ഒരു വാക്സിന്റെ വെക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണോന്ന് അറിയില്ല. ഒരു പാൻഡമിക് വരുമ്പോൾ നമുക്ക് നേരിടണമെങ്കിൽ പെട്ടെന്ന് വാക്സിൻ ഡെവലപ്പ് ചെയ്യണമെന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സെറ്റപ്പ് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പോയത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഒരിക്കലും ഇത് പ്രിമച്വറായിട്ട് മാർക്കറ്റിൽ വന്ന വാക്സിൻ അല്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല നേരത്തെ വാക്സിൻ എടുത്തുകൊണ്ട് ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എനിക്ക് രക്തം കട്ട പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിൻ കാരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് ആൻസർ. ഉണ്ടാകാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ 1-2 ആഴ്ചകളിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് ഉത്തരമാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മൾ ഇത്രയും വർഷമായി, ഡോക്ടർ പറഞ്ഞതുപോലെ 2-3 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആന്റിബോഡി നിലവാരമൊക്കെ ശരാശരി അല്പം ഉയരത്തിലാണ്. എങ്കിൽ കൂടിയും ഈ രോഗാവസ്ഥ ഈ സമൂഹത്തിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി ഈ വാക്സിൻ സ്വീകരിക്കാമോ എന്നുള്ള അതിനെന്താണ് ഉത്തരം? ഇനി ഈ വാക്സിൻ ആർക്കൊക്കെ എടുക്കണം? അതായത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇനി ആർക്കൊക്കെ വാക്സിൻ എടുക്കണം, എപ്പോൾ എടുക്കണം, അതിൽ പഠനങ്ങൾ വരേണ്ടതുണ്ട്. ഇതിൽ ഇനി ഏത് വാക്സിൻ, ഫോർ എക്സാമ്പിൾ കോവിഷീൽഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കണോ, അതോ പുതിയ വാക്സിൻ ഇതിൽ ഡെവലപ്പ് ആകണോ? കാരണം ഇപ്പോൾ സബ് യൂണിറ്റ് വാക്സിൻസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം വന്ന കോവിഡ് അല്ല, ഇപ്പോൾ ഒമിക്രോൺ വേരിയന്റ് ആണ് ഇപ്പം ലോകത്തെമ്പാടും സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വാക്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വാക്സിൻ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പഠനങ്ങൾ നടക്കേണ്ട ആവശ്യമുണ്ട്. അതിനു മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ കോവിഡിന്റെ എത്രമാത്രം ആളുകൾക്ക് വരുന്നുണ്ട്, എങ്ങനെയുള്ളവർക്കാണ് വരുന്നത്, എത്രമാത്രം സിവിയർ ആയിട്ട് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ പഠനം നടത്തി നമ്മുടെ ICMR പോലെയുള്ള ആളുകൾ അതിലൊരു ഗൈഡ് ലൈൻ കൊണ്ടുവരും. ഏത് വാക്സിൻ എടുക്കണം, എങ്ങനത്തെ ആളുകൾക്ക് എടുക്കണം. ഇന്ത്യയിൽ അത് നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഒരു ഗൈഡ് ലൈൻസ് വരേണ്ട ആവശ്യമുണ്ട്. ഇനി ആർക്കാണ് വാക്സിൻ എടുക്കേണ്ടത്? യൂഷ്വലി 60 വയസ്സിന് മുകളിലുള്ള അനുബന്ധ അസുഖങ്ങൾ, കിഡ്നിക്കോ ഹാർട്ടിനോ ഒക്കെ അസുഖങ്ങളുള്ളവർക്കാണ് കോവിഡ് വന്നു കഴിയുമ്പോൾ സീരിയസ് ആകാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയുള്ളവർക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് ബൂസ്റ്റർ ഡോസ് വേണ്ടി വരുന്നത്. അത് എപ്പോൾ വേണമെന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ത്യയിൽ റെക്കമെൻഡേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ വിഷ്ണു ഇടപ്പള്ളിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് സംശയം? സാർ, അത് ഞാൻ ഈ 2 ഡോസ് എടുത്തിട്ടുണ്ടായി കോവിഷീൽഡ്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഈ ശ്വാസം മുട്ടിന്റെ സീനുണ്ട്. ശ്വാസം മുട്ടല്ല, ശ്വാസം കംപ്ലീറ്റ് ആയിട്ട് ലങ്സിൽ കിട്ടാത്തൊരു ഫീലിംഗ്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വാ കൊണ്ട് എടുക്കണ ഒരു ഫീലിംഗ് കംപ്ലീറ്റ് ആവാത്ത. അപ്പൊ ഞാൻ ഈ ന്യൂസൊക്കെ കാണുന്നതിന് മുമ്പേ വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ പ്രശ്നം, എനിക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ട്, അത് ഈ വാക്സിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഇതിനു മുമ്പൊന്നും ഉണ്ടായില്ല, എനിക്ക് ശ്വാസം കൊണ്ടൊരു ഒരു ഇതുമില്ല. ഇപ്പൊ ഉണ്ട്, അതായത് ഫുള്ളായിട്ട് ശ്വാസം ലങ്സിൽ കിട്ടാത്തൊരു ഫീലിംഗ് കുറെ നാളായിട്ടുണ്ട്. അത് ഈ വാക്സിനിൽ ആണോ എന്ന് അറിയാനോ? ആകാൻ സാധ്യത കുറവാണ്. കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ കോവിഡിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലർക്ക് ഇങ്ങനെ ഒരു ശ്വാസം മുട്ടൽ പോലെ വരാറുണ്ട്, ശ്വാസം എടുത്തു വിടേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട്. യൂഷ്വലി വാക്സിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ലങ്സിൽ കോംപ്ലിക്കേഷൻ വരുന്നത് വളരെ വളരെ റെയർ ആണ്, ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത്. റമീജ പാലക്കാട് നിന്ന് ഒരു പ്രേക്ഷക ഇരുന്നുണ്ട്. റമീജ, ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ വാക്സിനെ, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വാക്സിന് ഒന്നാമത്തെ വാക്സിൻ ഫസ്റ്റത്തെ എടുത്തു. എൻ്റെ ഉമ്മാക്ക് 55 വയസ്സുണ്ട്. എടുത്തു. പിന്നെ നോക്കുമ്പോ രണ്ടാമത്തെ എടുത്തപ്പോ ആ ഇടത് കൈ വന്ന് അങ്ങനെ ഒട്ടി. അങ്ങനെ ഒട്ടി പറഞ്ഞ പിന്നെ കൈ ഒട്ട് അങ്ങനെ വന്ന് അങ്ങനെ ജാമായി. കൈ മേലെ തൂക്കാൻ പറ്റാണ്ടായി എൻ്റെ ഉമ്മാക്കേ. അങ്ങനെ 10 ദിവസത്തിന്റെ ഉള്ള ആൾക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്ന ആള് പോകേണ്ട കണ്ടീഷനായി.
പോകേണ്ടതുണ്ട്. stroke- ഡോക്ടർമാർക്ക് പറഞ്ഞോളൂ. അങ്ങനെ സ്ട്രോക്ക് ആയി പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ വാപ്പാക്കും എൻ്റെ അച്ഛനും അതേപോലെ സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുവാണെങ്കിൽ യൂഷ്വലി ഈ ത്രോംബോസൈറ്റോപീനിയ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുമായിരുന്നു വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആണോ എന്നുള്ളത്. യൂഷ്വലി ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ആദ്യത്തെ ഡോസ് എടുക്കുമ്പോഴാണ്. ആദ്യത്തെ ഡോസ് എടുത്ത് 10 ദിവസത്തിനുള്ളിലാണ് യൂഷ്വലി ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഡോസിന് ശേഷം ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് നാട്ടിൽ അറിയാലോ, ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വാക്സിൻ എടുക്കുമ്പോഴും വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പം 2-3 കൊല്ലം കഴിഞ്ഞില്ല ഇപ്പോഴും അല്ലെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പും ഓരോ ദിവസവും ഹാർട്ട് അറ്റാക്ക് വന്ന് 10, 50, 100 ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക, സ്ട്രോക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. നമുക്കറിയാം വളരെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് അറ്റാക്കും. അപ്പൊ ഇതുകൊണ്ടാണോ വാക്സിൻ കൊണ്ടാണോ എന്ന് അറിയണമെങ്കിൽ അത് ബാക്കിയുള്ള ടെസ്റ്റുകളോട് ചെയ്താൽ നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വാക്സിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്നുള്ള വലിയ വലിയ പഠനങ്ങൾ ലോകത്തെമ്പാട് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ആകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കൂടാ. തീർച്ചയായും ഡോക്ടർ, അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആസ്ട്രാസെനെക്ക കമ്പനി ആദ്യം കോടതിയിൽ പറയുന്നു, അഫിഡവിറ്റ് കൊടുക്കുന്നു, മറ്റൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. പിന്നീട് അതിന്റെ വാദം മുറുകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളുടെ സമ്മതം. അപ്പോൾ ഒരു കമ്പനി തന്നെ ഇത്തരത്തിൽ പറയുമ്പോഴാണ് സ്വാഭാവികമായും ഡോക്ടർ നമുക്കറിയാമല്ലോ വാക്സിനെതിരായ വലിയ പ്രചരണം ഈ കേരളത്തിൽ ഈ നമ്മുടെ ഈ പൊതു സമൂഹത്തിൽ ഉണ്ടായ ഒരു ഘട്ടത്തിൽ അതിനെയൊക്കെ നല്ല ബോധവൽക്കരണം നൽകി മാധ്യമങ്ങളടക്കം IMAയുടെ ഒക്കെ പ്രതിനിധികളെയൊക്കെ വെച്ച് ചർച്ച നടത്തി ഇതിലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു യജ്ഞത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വരുന്ന ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ചെറുക്കേണ്ടതുണ്ട്? ചെറുക്കേണ്ടത് വളരെ ക്ലിയർ അല്ലേ, നമുക്ക് സിമ്പിൾ അല്ലേ. നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ 100-ൽ 2-3 ആളുകൾക്ക് മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെതിരെ 95% മരണം കുറയ്ക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് കോവിഡിന്റെ വാക്സിൻ. അപ്പൊ ഈ വാക്സിന്റെ കോംപ്ലിക്കേഷൻ 2-3 ലക്ഷം പേരിൽ ഒരാൾക്കാണ്. മനസ്സിലായില്ല? അപ്പം അത്രയും റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അതായത് 100 ഇരട്ടിയാണ് ബെനിഫിറ്റ് റിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് വാക്സിൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കോമൺ മാനെ കുറിച്ചും ഒരു സൊസൈറ്റിയെ കുറിച്ചും നല്ലത്. വാക്സിൻ ഇൻടേക്ക് മോശമായ സ്ഥലങ്ങളിൽ USA പോലുള്ള സ്ഥലങ്ങളിൽ എത്ര കോവിഡ് കൊണ്ട് പിന്നെയും അവർ സഫർ ചെയ്തു. ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ, അതായത് കോവിഷീൽഡ് പോലുള്ള നല്ല വാക്സിൻസ് യൂസ് ചെയ്യാത്ത ചൈനയിൽ പല സമയത്ത് ലോക്ക്ഡൌൺ വന്നു. 2-3 കൊല്ലം എടുത്തു അവർക്ക് ഇതിന് വെളി വരാനായിട്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് മുമ്പിൽ തന്നെ നമ്മുടെ എക്സാമ്പിൾസ് ഉണ്ട്. ലോകത്തെമ്പാടും തന്നെ കോവിഡ് വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് ഇപ്പോഴും കോവിഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ തീവ്രത കൂടുതലാണെന്നും മരണനിരക്ക് കൂടുതലാണെന്നും 100 കണക്കിന് പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തത് ആരൊക്കെ എടുത്തിട്ടുണ്ടോ അത് നല്ല ഡിസിഷൻ തന്നെയാണ്. ആസ് എ സൊസൈറ്റി നമ്മൾ എടുത്തൊരു ഡിസിഷനാണ്, അത് വളരെ നല്ല ഡിസിഷനാണ്. ഈ സൈഡ് എഫക്ട്സ്, റെയർ സൈഡ് എഫക്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മരുന്നുകൾക്കും റെയർ ആയിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ കാരണം ഒരുപാട് പേര് ഈ വിഷയത്തിൽ ഇങ്ങനെ നമ്മുടെ PCR വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ എല്ലാവരുടെയും ആശങ്ക ഒരു പൊതുവെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ടോ? കാരണം ആരെങ്കിലും പറയുന്നുണ്ട് ഇതുപോലെ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം വയ്യാത്ത അവസ്ഥയാണ്, ചുമ, ശ്വാസം മുട്ടൽ. അപ്പോൾ ഇതൊരു മാനസിക രീതിയിലേക്ക് കൂടി നോക്കി കഴിഞ്ഞാൽ ഒരു സാമാന്യവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. എന്ത് കോംപ്ലിക്കേഷനും കോവിഡ് വന്ന സമയത്ത് എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും കോവിഡ് കാരണമാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വാക്സിന് ശേഷം എടുത്ത ശേഷം എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും വാക്സിൻ കൊണ്ടാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആളുകൾക്ക് അങ്ങനെ ഒരു സാമാന്യവൽക്കരണം വരും. കാരണം നമ്മൾ ഇപ്പോൾ അലർജി ഭയങ്കര കോമൺ ആണ്. നമ്മുടെ സമൂഹത്തിൽ 20% ആളുകൾക്ക് അലർജി, 15-20% ആളുകൾക്ക് എന്തെങ്കിലും ഫോം ഓഫ് അലർജി ഉണ്ട്. കോവിഡ് വാക്സിന് ശേഷമാണ് അലർജി വന്നതെന്ന് ചോദിച്ചാൽ ഒന്നും എടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് അലർജി വന്നേനെ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അത് പലപ്പോഴും കോവിഡ് വാക്സിനെ അൺനെസറി ആയിട്ട് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാം. മാത്രമല്ല വാട്സാപ്പിലൊക്കെ എത്രയോ തരത്തിലുള്ള നമുക്ക് ഒരിക്കലും റിലയബിൾ അല്ലാത്ത സോഴ്സിൽ നിന്ന് വരുന്ന അൺനെസറി വീഡിയോസ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എനിക്കിത് വരുമോ, നമ്മളെല്ലാം വാക്സിൻ എടുത്തതല്ലേ. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ആവശ്യമില്ല. ഇതെല്ലാം വളരെ സ്റ്റഡീഡ് ആയിട്ട് തന്നെ ലോകത്ത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ വലിയ വലിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഈ വാക്സിന്റെ സേഫ്റ്റിയെ കുറിച്ച്. ഈ വാക്സിന്റെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ഇപ്പൊ പുതുതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇപ്പൊ ഈ കോർട്ടിൽ ഇത് സബ്മിറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ചർച്ച വന്നതാണ്. ലോകാരോഗ്യത്തിന് 2021 തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, അവർ തന്നെ വലിയ ധവളപത്രം എന്നൊക്കെ പറയത്തില്ല, അതുപോലെയുള്ള ഡോക്യുമെന്റ് ഇതിനെക്കുറിച്ച് ഈ സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ്ഡ് ആണ്. പക്ഷെ ഇതെല്ലാം വളരെ റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട് ആയതുകൊണ്ടാണ് പലപ്പോഴും സേഫ് ആയിട്ട് എടുക്കാം എന്നുള്ളൊരു റെക്കമെൻഡേഷനും ലോകാരോഗ്യ സംഘടന, നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റും നമ്മുടെ ആരോഗ്യ വിദഗ്ധരും ഡോക്ടേഴ്സും എല്ലാം ചേർന്ന് അത് തീരുമാനിച്ചതും അത് നടപ്പാക്കിയതും.
ശരി, വളരെ നന്ദി. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡോക്ടർ പങ്കുവച്ചത്. എന്തായാലും തിരക്കുകൾക്കിടയിലും സമയം കിട്ടുന്നതിന് വളരെ നന്ദി മാതൃഭൂമി ന്യൂസ് അറിയിക്കുന്നു. കാരണം എല്ലാവർക്കും ഒരു സംശയമായിരുന്നു. കാരണം നമ്മളെല്ലാം എടുത്ത് കോവിഷീൽഡിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമോ? വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് അതിൻ്റെ ഒരു സമയക്രമമുണ്ട്. നമ്മളിപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെയൊക്കെ സമയക്രമം. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉള്ള പാർശ്വഫലങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത്. മറ്റൊരു തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലും അടിമപ്പെടേണ്ടതില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോഗ്യ വിദഗ്ധർ ഒക്കെയും പറയുന്നത്. നമ്മുടെ ജീവൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ നമുക്ക് ആശങ്ക കൂടി നമ്മൾ മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എന്ന് മാത്രം അറിയിക്കുന്നു.